ഓഗസ്റ്റ് 23 വെള്ളിയാഴ്ച ബ്ലാസ്റ്റേഴ്സ് ആരാധകർ ഏറെ പ്രതീക്ഷകളോടെ കാത്തിരിക്കുന്ന ദിവസമായിരിക്കും. പുതിയ പരിശീലകൻ മിക്കേൽ ആശാന്റെ കീഴിൽ ആദ്യ ഡൊമസ്റ്റിക് കിരീടം സ്വന്തമാക്കാൻ ബ്ലാസ്റ്റേഴ്സിനാകുമോ എന്നത് അന്ന് തീരുമാനമായേക്കും. ശക്തരായ ബംഗളൂരുവിനെതിരെ വെള്ളിയാഴ്ച വൈകിട്ട് 7 മണിക്ക് ബ്ലാസ്റ്റേഴ്സ് ഇറങ്ങുമ്പോൾ മഞ്ഞപ്പടയും സ്റ്റാൻഡ് C2വിൽ ബ്ലാസ്റ്റേഴ്സിന് പിന്തുണ അറിയിച്ച് ഉണ്ടാകും. സോ കളി കാണാൻ കൊൽക്കത്തയിലേക്ക് പോകുന്നവർ സ്റ്റാൻഡ് C2വിൽ എത്തിച്ചേരേണ്ടതാണ്. ബുക്ക് മൈ ഷോ വഴി നിങ്ങൾക്ക് ടിക്കറ്റ് ലഭിക്കുന്നതായിരിക്കും. അതുപോലെ ബ്ലാസ്റ്റേഴ്സിന്റെ ട്രാൻസ്ഫറുകളും നീക്കങ്ങളും മന്ദഗതിയിലായതിന്റെ പ്രധാന കാരണം ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ്. ബ്ലാസ്റ്റേഴ്സിന്റെ കഴിഞ്ഞ കുറച്ച് സീസണുകളായി ടൈറ്റിൽ സ്പോൺസർ ആയിരുന്ന ബൈജൂസ് കഴിഞ്ഞ 2 വർഷത്തെ പൈസ ബ്ലാസ്റ്റേഴ്സിന് കൊടുക്കാനുണ്ട് എന്നും സോ ആ ഒരു കാരണം കൊണ്ട് തന്നെ ബ്ലാസ്റ്റേഴ്സ് ചെറിയ രീതിയിൽ സാമ്പത്തിക പ്രതിസന്ധി നേരിടുന്നുണ്ട് എന്നാണ് റിപ്പോർട്ട്. അതുപോലെ ഡ്യൂറൻ കപ്പ് ക്വാർട്ടർ പോരാട്ടങ്ങൾക്ക് കരുത്തു പകരാൻ ബ്ലാസ്റ്റേഴ്സ് നിലവിൽ പ്രബീർ ദാസിനെയും ന്യൂ ഫോറിൻ ഡിഫൻഡർ അലക്സാന്ദ്രെ കോഫിനെയും ഡ്യൂറൻ കപ്പ് സ്ക്വാഡിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് എന്നാണ് റിപ്പോർട്ട്. കൂടാതെ വിപിൻ മോഹനും ബ്ലാസ്റ്റേഴ്സിനൊപ്പം കൊൽക്കത്തൻ ക്യാമ്പിൽ ചേർന്നിട്ടുണ്ട്. അതുപോലെ മാർക്കസ് പറഞ്ഞ 48 മണിക്കൂർ ഇന്ന് രാത്രിയോടെ അവസാനിക്കും. നിലവിൽ IFT ന്യൂസ് മീഡിയ ബ്ലാസ്റ്റേഴ്സ് സ്ട്രൈക്കറിന്റെ സൈനിങ് പൂർത്തിയാക്കിയതായി അറിയിച്ചിട്ടുണ്ട്. സോ ഇന്ന് രാത്രിയോടെ മാർക്കസ് തന്നെ കൂടുതൽ വിവരങ്ങൾ വ്യക്തമാക്കിയേക്കാം. വീഡിയോയുടെ അവസാനിക്കുന്നു. കൂടുതൽ കേരള +ISL വാർത്തകളുമായി അടുത്ത വീഡിയോയിൽ കാണാം.